തൃശൂർ ടൈറ്റൻസിന്റെ ടീം ഹോട്ടലിൽ നിന്ന് അതിഥിക്കൊപ്പം VS കൃഷ്ണരാജ് ചേരും. കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. ആരാണ് ഒപ്പമുള്ളത്? കൃഷ്ണരാജ് പറയും. ഗുഡ് മോർണിംഗ്. കേരള ക്രിക്കറ്റ് ലീഗ് ഒരുപിടി മികച്ച താരങ്ങളെ ഭാരതത്തിന് മുന്നിലേക്ക് വെച്ചു കഴിഞ്ഞു. ഇനിയും എത്രയോ പേർ യുവതാരങ്ങൾ സജീവമാകാനിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം കേരള ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ആം സ്പിന്നർമാരിൽ ഒരാളായ ബിജു നാരായണനൊപ്പം ചേരുകയാണ്. ബിജു തൃശൂർ ടൈറ്റൻസിൻ്റെ താരമാണ്, ഏറ്റവും മികച്ച പെർഫോമറാണ്, ഓൾറൗണ്ടറാണ്. ബിജു, ആദ്യ മത്സരങ്ങളിൽ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല സ്റ്റാർട്ടായിരുന്നു. ഫസ്റ്റ് മാച്ച് ഞാൻ 2 വിക്കറ്റ് എടുക്കാൻ പറ്റിയായിരുന്നു. നല്ല സ്റ്റാർട്ട്. പിന്നെ സെക്കൻഡ് മാച്ചിൽ 1 വിക്കറ്റ് ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി ഇന്നലത്തെ മാച്ചിൽ തന്നെ 2 വിക്കറ്റ് എടുക്കാൻ പറ്റി. അപ്പോൾ ഈ മധ്യ ഓവറുകളിൽ ബിജുവിൻ്റെ പെർഫോമൻസ് ടീമിനെ വളരെ സ്വാധീനിക്കുന്നുണ്ട് എന്നർത്ഥം അല്ലേ? അതെ, ഉറപ്പായിട്ടുണ്ട്. സ്പിന്നർ എന്ന നിലയിൽ മിഡിൽ ഓർഡേഴ്സിൽ നമ്മൾ കുറച്ച് ടൈറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാലേ കളി നമുക്ക് കുറച്ച് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഈ അഖിലിൻ്റെ ക്യാപ്റ്റൻസിയിൽ ടീം എങ്ങനെയുണ്ട്? ഒരു സന്തുലിതമായ ടീമാണോ? അതെ, ഉറപ്പായിട്ടും. പുള്ളി അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി കറക്റ്റായിട്ട് പ്ലേയേഴ്സിനായാലും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സിറ്റുവേഷനിൽ കറക്റ്റ് ബോളേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ ഈ സീസണിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളുള്ള ഒരു ടീം തൃശ്ശൂർ ടൈറ്റൻസ് ആണ്. ഒരുപക്ഷെ ആവറേജ് പ്രായം എനിക്ക് തോന്നുന്നു 23 ആണെന്ന് തോന്നുന്നു. അവർ ഒരുപക്ഷെ ബിജുവിനെയൊക്കെ വളരെ മാതൃകയാക്കുന്നുണ്ടാവാം. അവരോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഒന്നുമില്ല. അവർ ഏറ്റവും യങ്ങസ്റ്റ് പ്ലേയേഴ്സ് അല്ലേ. അവർ കുറച്ച് നമ്മളെ കൂടെ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ചെയ്യുന്ന കാര്യം കറക്റ്റായി ചെയ്യുക, എൻജോയ് ചെയ്ത് ക്രിക്കറ്റ് കളിക്കുക, അത്രേ ഉള്ളൂ. തിരുത്താൻ ശ്രമിക്കാറുണ്ടോ? അതായത് ഒരു തെറ്റ് കണ്ടാൽ ശരി കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർ മാക്സിമം അവരെ പാട്ട് ചെയ്ത് പോകുന്നുണ്ട്. വേറെ തെറ്റായിട്ടൊന്നുമില്ല. ശരി. അപ്പോൾ ഈ KCL തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ ആദ്യ മത്സരങ്ങൾ കഴിയുമ്പോൾ തരക്കേടില്ലാത്ത പ്രകടനമാണ്, വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ കളികളുണ്ട്. അപ്പോൾ എന്താണ് വരാനിരിക്കുന്ന മത്സരങ്ങളിലെ പ്രതീക്ഷ? ഇത്തവണ തൃശ്ശൂർ ടൈറ്റൻസ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇല്ല, ഞങ്ങൾ കപ്പിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചാമ്പ്യൻസ് ആവും. ശരി. അതാണ് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയറുടെ എപ്പോഴത്തെയും വാക്കുകൾ എങ്ങനെയായിരിക്കും? ജയിക്കാൻ വേണ്ടി കളിക്കുക മാത്രമല്ല, ചാമ്പ്യന്മാരാവാൻ വേണ്ടി കളിക്കുക. അവർ ഓരോരുത്തരും ഓരോ ചാമ്പ്യൻ ആവുക, അത് ടീമിന് വേണ്ടി മാക്സിമം നൽകുക, വിജയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഓരോ ടീമിൻ്റെയും ലക്ഷ്യം. അതാണ് ഇപ്പോൾ ബിജു നമ്മളോട് പറഞ്ഞത്.